സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ ട്രേഡേഴ്സ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ അതിൽ ചെയ്യുന്ന ട്രേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെയാണ്. അതായത് 1 മിനിറ്റ് കാലത്ത് വളരെ കുറവാണ്. ബിക്കോസ് പെട്ടെന്ന് തന്നെ എക്സൽ ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളതാണ്. പ്രോപ്പർ കൺഫർമേഷൻ ഇല്ലാതെ 1 മിനിറ്റ് എടുക്കുന്നത് കുറച്ച് റിസ്കി ആണ് എൻ്റെ അഭിപ്രായത്തിൽ. സോ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യണം. ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ ട്രേഡ് എടുത്തതാണ് കുറച്ച് മുമ്പേ. അതിനുശേഷം ഒരു ട്രേഡ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാണാൻ പറ്റും ഏകദേശം എൻ്റെ ടേക്ക് പ്രോഫിറ്റ് എവിടെയാണെന്ന് കാണാൻ പറ്റും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയാണ് എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഉള്ളത്. സോ ഒരു ഏരിയയിൽ എത്തിയിട്ട് താഴോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റിൽ കൺഫർമേഷൻ എല്ലാം നോക്കിയിട്ട് അങ്ങനെ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാം. അതായത് സ്ട്രാറ്റജി വൈസ് എല്ലാം നിങ്ങൾ ഓക്കെയാണ്. ബട്ട് ടൈം ഏത് ടൈമിൽ എപ്പോൾ ട്രേഡ് എടുക്കണം എന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നിങ്ങൾ സ്ട്രാറ്റജി ചെയ്യാം, ഇതൊരു ബൈ ചാൻസ് ആണുള്ളതെന്നുണ്ടാവും. ആൻഡ് വാട്ട് എവർ ദ പ്രോബ്ലം ഈസ് എവിടെ നിന്ന് ട്രേഡ് എടുക്കണം, ഇവിടെ നിന്ന് ട്രേഡ് എടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് ട്രേഡ് എടുത്താൽ മാർക്കറ്റ് ബൈ ചെയ്യുന്നതിന് വരെ കുറച്ച് താഴത്തേക്ക് പോയിട്ട് എക്സൽ ഗ്രാബ് ചെയ്തൊന്ന് മുകളിലോട്ട് പോകാനുള്ള ഡൗട്ട് ഉണ്ടാവും. സോ അത് ഞാൻ ക്ലിയർ ചെയ്തതാണ് ഈ ഒരു വീഡിയോ. സോ ഡയറക്റ്റ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉള്ളത്. ഓക്കെ, സോ ഗൈസ് ഡയറക്റ്റ് വീഡിയോ കൊടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു സ്കാൽപ്പ് ട്രേഡ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് ട്രേഡോ അല്ലെങ്കിൽ 3 മിനിറ്റ് ട്രേഡോ ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങളിപ്പോൾ ഒരു 1 ഹവറിലേക്ക് പോയാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ 1 ഹവറിലേക്ക് പോയിട്ടുണ്ട്. സോ സോ 1 ഹവറിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം പ്രോപ്പറായിട്ട്. സോ 18-ാം തീയതിയാണ്. സോ ഇന്നത്തെ ട്രെൻഡാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ. സോ ഏകദേശം ഇതാണ്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ മുതലാണ് ഇന്നത്തെ ട്രെൻഡ്. സോ ഇവിടെ നിന്ന് ബൈ ആണ് പോയത്. ഓക്കെ, ഇത് യെസ്റ്റർഡേ ആണെങ്കിൽ ഇത് ടുഡേ ആണ്. ഓക്കെ, ടുഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാണ് കാണുന്നത്. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൈ ട്രെൻഡ് ആണ് കാണുന്നത് അല്ലേ. സോ അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഫുള്ള് ബൈ ട്രെൻഡ് ഉണ്ടെങ്കിൽ ബൈ എടുക്കുന്നതല്ല സേഫ്. അഫ്കോഴ്സ് ബൈ എടുക്കുന്നതാണ് സേഫ്. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട് എവർ എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്യുക. അത്ര എൻ്റെ ഒപ്പീനിയൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3 ക്യാൻഡിലേക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ 3 ക്യാൻഡിൽസ് വന്നു. സോ അതിനുശേഷം നമുക്കൊരു ഡൗൺ മൂവ് ചെയ്തു. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ ഫുൾ ചെയ്തു മാർക്കറ്റ്. സോ നെക്സ്റ്റ് എൻ്റെ ഒരു ഇതിൽ ഏകദേശം മാർക്കറ്റ് ഈ ഒരു ലൈനിലേക്ക് വരും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും. ഓക്കെ, അതാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ്. എൻ്റെ ഫസ്റ്റ് ഒരു തീരുമാനം ഉണ്ടായത് മാർക്കറ്റ് നെക്സ്റ്റ് എന്ത് പറ്റും എന്നുള്ളത്. ഓക്കെ, സോ സെയിം ഏരിയയിൽ മാർക്കറ്റ് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് ഡയറക്റ്റ് മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ സോ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അതിന് മുകളിൽ പോകുന്നതാണ് എൻ്റെ സ്ട്രാറ്റജീസ് എന്ന് മനസ്സിലാക്കി. അത് കൂടാതെ തന്നെ ഞാൻ ഒരു ഏരിയ കണ്ടെത്തി. സോറി, ഞാൻ 4 ഹവറിലേക്ക് പോവുകയാണ്. 4 ഹവറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ, when I come to 4 ഹവർ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മാർക്ക് ചെയ്ത് സോറി. ഓക്കെ, ഈ ഒരു ഏരിയ കാണാൻ പറ്റും. ഓക്കെ, സെയിം ലെവൽ, ഈ ഒരു ലെവലാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്ത റെക്ടാങ്കിൾ വെച്ചിട്ട്. സോ അതിനുശേഷം 1 ഹവറിലേക്ക് പോകുമ്പോൾ സോറി 1 മിനിറ്റിലേക്ക് പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കി. ഓക്കെ, അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ സോറി വെയിറ്റ്, അപ്പോ ഇതുവരെ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ടച്ച് ചെയ്യാത്തൊരു ലൈനാണത്. ഇവിടെ കാണാൻ പറ്റും ടച്ച് ചെയ്തതോ സെല്ല് പോയിട്ടുണ്ട് കാണാൻ പറ്റും. ഇതിപ്പോ അറൗണ്ട് 15-ാം തീയതിയാണ് മെയ്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്തു. വാട്ട് സംഭവിച്ചത് സെല്ലാണ് സംഭവിച്ചത്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയ ടച്ച് ചെയ്തു, മാർക്കറ്റ് സെല്ലിലേക്ക് സംഭവിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിശ്വാസം എനിക്ക് പറഞ്ഞത്. സോ അതാണ് എൻ്റെ നെക്സ്റ്റ് മൂവ് ഞാൻ ചെയ്തത്. സോ മാർക്കറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യാം. മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്താലും ഇതല്ല കറക്റ്റ് സെല്ല് ഈ ഒരു ലൈനിന് മുകളാണ്. ഓക്കെ, മാർക്കറ്റ് ലൈക്ക് സോറി 1-3 ആണ് ഐ തിങ്ക് ദ ഏരിയ. ഓക്കെ, ഇവിടെയാണ്. സോ മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്തു. നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? TP ഹിറ്റായി. ഓക്കെ, അതാണ് നമ്മൾ വെച്ചില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കുറച്ച് ദിവസം മുമ്പേ സംഭവിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അത് 1 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും എത്ര മിനിറ്റ് ആണെങ്കിലും ഒരു 2-3 ദിവസം മുമ്പേ മാർക്കറ്റ് ലൈക്ക് ഞാനിപ്പോൾ അനാലിസിസ് ചെയ്ത പോലെ നിങ്ങൾ അനാലിസിസ് ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് ഇന്നത്തെ മാത്രം നോക്കല്ല.
മാർക്കറ്റിൽ എന്താണ് ഇതിന് മുമ്പ് ഈ ഒരു ലൈൻ കടന്നിനോ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ നോക്കാം. ഓക്കെ, സോ സെക്കൻഡ് അത് നിങ്ങൾ 1 മിനിറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആവില്ല കേട്ടോ. അപ്പൊ സെക്കൻഡ്ലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ട്രേഡ് ചെയ്തത് മാർക്കറ്റ് വീണ്ടും ഈ ഏരിയയിലെത്തി ആൻഡ് ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു ഏരിയ വെയിറ്റ് ഞാൻ ഇവിടെ ചെയ്തില്ല, കാരണം മാർക്കറ്റ് ഒരു പ്രോപ്പർ ഡൗൺ ട്രെൻഡ് ആണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം മാർക്കറ്റ് ഇവിടെ ചെറിയൊരു മൂവ് ചെയ്തു മുകളിലോട്ടേക്ക്. ഒരു അപ് ട്രെൻഡ് എന്നില്ലേ മാർക്കറ്റ് ഇവിടെ ഫേക്ക് അലിഗേഷൻ ഒരു സിമ്പിൾ നമുക്ക് തന്നു. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഡൗൺ എടുത്തു. അതിന് ഈ ഒരു ലൈനിന്റെ മുകളിൽ പോകുന്നില്ല എന്തോ എന്റെ മനസ്സ് പറഞ്ഞു. പിന്നെ 100% വർക്കിംഗ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നോട്ട് 100% വർക്കിംഗ്. നിങ്ങൾ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യുക, അല്ലാണ്ട് ഞാൻ പറയുന്ന പോലെ ട്രേഡ് ചെയ്യല്ല. ഇത് ജസ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ കാണത്തുള്ളൂ. പിന്നെ നോർമലി മാർക്കറ്റ് താഴോട്ട് പോയി, ഏരിയ ഇവിടെ നിന്ന് കവർ ചെയ്തു ആൻഡ് താഴോട്ടേക്ക് പോയി. പിന്നെ ഞാൻ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തു. ഐ നോ ഇവിടെ ഹിറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴെ പോകാൻ നല്ല ചാൻസ് തന്നെ ഉണ്ട്. സോ ഞാൻ ഇവിടെ ഏരിയ മാർക്ക് ചെയ്തു ആൻഡ് മാർക്കറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തുകൊണ്ട് മുകളിൽ ഇവിടെ ഹിറ്റ് ചെയ്തുകൊണ്ട് താഴോട്ടേക്ക് പോയി. ഇത് ഏകദേശം 1:5 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇതിന്റെ SL കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ 1:3 എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്കൻഡ്ലി മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഡൗൺ ട്രെൻഡ് ആയി, പെട്ടെന്ന് തന്നെ ഡൗൺ പോയി. സോ അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് SL, അതായത് ഒരു 1:5 പോലെയാണ് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് എങ്ങനെയാണ് ഒരു 1 മിനിറ്റിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടാം? സോ ലെറ്റ്സ് ഗോ, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ GBP USD എടുത്തു. ഓക്കെ, ഇവിടെ ഞാനിപ്പോ 4 ഹവർ കണ്ടു. ഓക്കെ, നിങ്ങൾ ഞാൻ സ്ട്രാറ്റജി അല്ല കേട്ടോ എന്ന് പറയുന്നത്, ഞാൻ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങൾ സ്ട്രാറ്റജീസ് കണ്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും കണ്ടു നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഏരിയ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ ഞാൻ ഏരിയ മാർക്ക് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് FPG കാണാൻ പറ്റും. FPG ഇങ്ങനെ ലൈക്ക് ഓരോന്ന് മാർക്ക് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഓരോരാളെ ഒരു കാഴ്ചപ്പാടായതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും പറയുന്നില്ല. സോ അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക തന്നെ വേണം. അതിനുശേഷം നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, സെയിം ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? സോ ഈ ഏരിയ, സോ എന്തുകൊണ്ടത് മുകളിലോട്ട് പോകുന്നില്ല മാർക്കറ്റ്? അതിനെ തടഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നില്ല? ബിക്കോസ് അവിടെ സെല്ലേഴ്സ് ആണ് മെയിൻ ആയിട്ട് പിടിച്ചു വെക്കുന്നത്. സോ നമ്മൾ എന്ത് നെക്സ്റ്റ് ചെയ്യണം? അവിടെ ഒരു സെൽ ചാൻസ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് 14 ഏകദേശം ഒരു മെയ് 11 മുതൽ ഡൗൺ സൈഡിലാണ് ട്രെൻഡ് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളത്? ചാൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എപ്പോഴും വർക്കാവില്ല. അപ്പൊ നിങ്ങൾ 1 മിനിറ്റിലേക്ക് പോവാം, പെട്ടെന്നുള്ള ഒരു ഇതിലേക്ക് പോവാം. അപ്പൊ 1 മിനിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ ഇവിടെയാണല്ലോ അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളൊന്ന് കണ്ടെത്താം. FPG ആണെങ്കിൽ FPG വാട്ട് എവർ എന്തെങ്കിലും നിങ്ങളൊന്ന് കണ്ടെത്താം. സോ എനിക്ക് ഇവിടെ ഒരു മാർക്കറ്റ് മെയിൻ ആയിട്ട് ഇതിന് താഴേക്ക് പോകാൻ ചാൻസ് കുറവായിരിക്കും. ബിക്കോസ് ഇവിടെ ഒരു FPG നിങ്ങൾ കണ്ടെത്തണം ആദ്യം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് ഇവിടെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കൺഫർമേഷൻ കിട്ടിയ പോലെ തന്നെയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ട്രേഡ് ഓപ്പൺ ചെയ്യാണ്ട് ഒരു പ്രോപ്പർ കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണം. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഒരു അപ് ട്രെൻഡ് പെട്ടെന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തുന്നു മാർക്കറ്റ്. ഇവിടെ എത്തുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലൈൻ മാർക്കറ്റ് കടക്കുന്നുണ്ടോ? അല്ല, മാർക്കറ്റ് ഈ ഒരു ഏരിയ ഓക്കെ ഇവിടെ വരെ എത്തി. ഓക്കെ, എന്നിട്ട് എന്തോ മാർക്കറ്റ് റിജക്റ്റ് ആയോ? അതായത് ഈ ഒരു ഏരിയയിലേക്ക് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൺഫർമേഷൻ ആണ്. പക്ഷെ പെട്ടെന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ആ ട്രേഡ് ഓപ്പൺ ചെയ്യരുത്. ശരിയോ? മെയിൻ ലൈൻ നമ്മൾ നോക്കാം. സോ ഇതൊരു 1 മിനിറ്റ് സ്ട്രാറ്റജി എന്നല്ല, ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിനൊപ്പം മാർക്കറ്റിന് മുകളിൽ എന്താണ് സംഭവിച്ചത്? അതായത് മുകളിൽ ഈ ലൈൻ കണ്ടോ? ഈ ലൈന് മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു റിജക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ സെല്ലേഴ്സ് ആണ് കീപ്പ് ചെയ്യുന്നത്. കീപ്പായിട്ട് സെല്ലേഴ്സ് തന്നെയാണ് പോകുന്നത്. അപ്പൊ 1 ഹവറിൽ ഇപ്പൊ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം, കാണാൻ പറ്റും. ഞാൻ ലൈവ് ചെയ്തു. ഓക്കെ,
ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യില്ല? ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തു? മാർക്കറ്റ് ഇവിടെ വരുന്നു. താഴോട്ടേക്ക് നല്ലൊരു പുള്ള് വരുന്നു, പുൾ ബാക്ക് വരുന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് വരുന്നു. സെയിം ഏരിയ മാർക്കറ്റ് താഴോട്ടേക്ക് റിജക്റ്റ് ആവുന്നു. ആൻഡ് ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ലൈനും കാണാൻ പറ്റും മാർക്കറ്റിന്റെ ഒരു. കാരണം ഒരു വട്ടം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് നിന്ന് റിജക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബിലിറ്റി ആണ്. നമ്മൾ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ആൻഡ് എന്താ ഒരു ബൈ എടുക്കുന്നവർക്ക് എന്തിനു വെയിറ്റ് ചെയ്യാൻ വേണ്ടി? ഒരു സെല്ല് എടുക്കുന്നവർക്ക് ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇവിടെ നിങ്ങൾ സെല്ല് എടുക്കാൻ നമുക്ക് സ്ട്രാറ്റജിയിൽ ഓക്കെ ആണെങ്കിൽ, സോ ഞാൻ ഒരു ബൈ എടുക്കാൻ നിൽക്കണമെങ്കിലോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും, ഇവിടെ നിന്നൊരു ബൈ എടുക്കും. മനസ്സിലായോ? അപ്പം ഓരോരാൾക്ക് സെല്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ ചിലവർക്ക് ബൈ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. സോ അതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് 1 മിനിറ്റിന്റെ കാര്യമാണ്. അതായത് മെയിൻ ആയിട്ട് ഈ മുകളിലുള്ള ലൈൻ നോക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ലൈൻ നോക്കാം. സപ്പോർട്ട് ലൈൻ താഴോട്ട് പോയിട്ട് അത് ഒരു സെല്ല് എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ക്യാരക്ടർ മാറിയെന്നാണ്. അപ്പൊ മാർക്കറ്റ് നമുക്ക് എതിരെ പോകും. സോ ഇതിപ്പം ബ്രേക്ക് ചെയ്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റിൽ നമ്മളെ അതിൽ തന്നെ വിശ്വസിക്കാം. അപ്പൊ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ വീഡിയോ. സോ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.